എനിക്കൊന്നും പറ്റിയില്ല മുത്തശ്ശ. പിന്നെ ഞാൻ ഈ കാണുന്നതൊക്കെ എന്താ? ഇതൊക്കെ വേറൊരു നമ്പർ അല്ലേ? തടുക്കണം. അത് ആരാണെങ്കിലും ഇങ്ങോട്ടൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഇടം വലം നോക്കാതെ നമ്മൾ തടുത്തിരിക്കണം. പിന്നല്ല, അത്രയേ ഉള്ളൂ. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനൽ ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ടോപ്പിക്സ് കാണാൻ ആളുകൾക്ക് അത്രയും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. എങ്കിലും നിങ്ങളിവിടെ രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇതൊരിക്കലും ഒരു റിയാക്ഷനോ റോസ്റ്റിംഗ് വീഡിയോ അല്ല. കാര്യം ഇതൊരു അബ്സല്യൂട്ട് സിനിമയ്ക്ക് ഒരു ഓസ്കാർ അവാർഡ് കൊടുക്കുന്ന ഒരു അവാർഡ് സെറമണിയിലേക്കാണ് സുഹൃത്തുക്കളെ ഞാനിന്ന് നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. ആൻഡ് ഈ സിനിമയുടെ പേരാണ് കത്രീന കാ നെക്ക് പെയിൻ. ഇവിടെ മികച്ച നടിക്കും മികച്ച സഹനടനുമുള്ള അവാർഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ സംഭവം എന്താണെന്നുള്ള ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്നുള്ള ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള MLA വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കുറച്ച് KSU പ്രവർത്തകർ വന്ന് കരിങ്കൊടി കാണിച്ച് അങ്ങനെ വലിയ കമ്പോള വിഷയമൊക്കെ ആയിട്ട് പുള്ളിക്കാരിയുടെ പെടലി വയ്യാണ്ടിരിക്കുന്ന സീനൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഞാൻ ഇങ്ങോട്ടേക്ക് വെക്കുന്നില്ല. കടുത്ത സംഘടന രംഗങ്ങളാണ്. 18 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രം കാണാൻ പറ്റുന്ന അത്രയും വലിയ ഭീകര ദൃശ്യങ്ങളായിരുന്നു സുഹൃത്തുക്കളെ പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ആ സിനിമ. അങ്ങനെ സെൻസർ ചെയ്ത് വന്നേക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ ഒരു ബ്രേക്ക് ടൈമിൽ, അതായത് ഈ ഒരു ആക്ഷൻ സീക്വൻസിനൊക്കെ ശേഷം പുള്ളിക്കാരി ഒരു ബ്രേക്ക് ടൈമിൽ ഇരിക്കുന്ന വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. അതാണ് കുറച്ച് പോലീസ് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അവരുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. കാര്യം നീലക്കുയിലാണെന്ന് തോന്നുന്നു ഈ ബ്രേക്ക് ടൈമിലൊക്കെ പോയിട്ട് വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത്. പുള്ളിക്കാരി അവിടെ സന്തോഷപൂർവ്വം ചിരിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന വീണ ജോർജിനെയാണ് സുഹൃത്തുക്കളെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് ഇതിനുശേഷം ഈ കമ്മ്യൂണിസ്റ്റ് കുറേ പാർട്ടി ഗ്രൂപ്പുകളുടെ ഇൻസ്റ്റ പേജിലൊക്കെ വരുന്ന ഒരു സാധനമുണ്ട്, റിവെഞ്ച്, ഇതിന് പകരം ചോദിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. ഈ പെടലിയുടെ ഒന്ന് പിന്നെ കൈയുടെ ഒരു സംഭവമാണ്. ഈ കൈയുടെ സംഭവത്തിൻ്റെ വിഷ്വൽസ് ഞാൻ ഇവിടെ സൈലോട്ടൊക്കെ ഇവിടെ മുറിവ് പറ്റി എന്നുള്ളൊരു സാധനം. എന്നാൽ ഇത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഈ കേസ് പ്രവർത്തകർ വന്നപ്പോൾ ഉണ്ടായേക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത് എനിക്ക് തോന്നണില്ല. സപ്പോസ് എന്തെങ്കിലും ഈ പറയുന്ന മുറിവുകൾ ഉണ്ടായിട്ട് അതിനകത്ത് എന്തെങ്കിലും ലാത്തിയോ അതെന്തെങ്കിലും കൊണ്ട് താങ്ങിയതോ അങ്ങനെ ആരെങ്കിലും കൈ കൊണ്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം ആയിരിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഈ പാടിയതിന് മുമ്പേ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴഞ്ചേരി ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ OP ആൻഡ് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനത്തിന് പുള്ളിക്കാരി വന്നപ്പോൾ ഇതേ പാടുകൾ ഈ വീണ ജോർജ് MLA പുള്ളിക്കാരിയുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ പാട് നേരത്തെ ആ കയ്യിലുണ്ട്, അപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളതല്ല. ഇനി ഇതിൻ്റെ ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു വോയിസ് കൂടെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ക്യാമിയോ ആണേ. ഇത് വെറുതെയാ. ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിൽ കയറി നിൽക്കുമ്പോഴാണ് ഇവർ വരുന്നത്. സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിന് കുറച്ച് പേര് തടഞ്ഞു എന്നല്ലാണ്ട് വേറെ ഒന്നും നടന്നില്ല. കാരണം ഞാൻ നേരെ ഓപ്പോസിറ്റ് നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. പോലീസാണെങ്കിൽ ഒരു പറ്റും പോലീസുണ്ട്, ഒന്നും സംഭവിച്ചില്ല. അവരതിന്നിട്ട് നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വീൽ ചെയർ എടുക്കുക. അവർക്ക് കഴുത്തുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീൽ ചെയർ വന്നില്ല, മറ്റൊരു വേറെ വണ്ടി വന്നു. ആദ്യം വീൽ ചെയർ പോലീസുകാർ എടുത്തോണ്ട് വന്നു, അത് കഴിഞ്ഞിട്ട് മറ്റേ വണ്ടി വന്ന് അതിൽ കയറ്റിക്കൊണ്ട് പോയി. അവിടെ വേറെ ഒന്നും നടന്നില്ല. പെട്ടെന്ന് വന്നപ്പം പെട്ടെന്ന് ജൈവിളി കേട്ടപ്പോൾ എല്ലാവരും പേടിച്ച് പോയി എന്നല്ലാണ്ട് വേറൊന്നും അവിടെ ഉണ്ടായില്ല. ചുമ്മാണ് കരിങ്കൊടി കാണിച്ചു, അവര് സിന്താവ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. രാജിവെക്കണം എന്നും പറഞ്ഞ് എല്ലാം കൂടെ ഒരു 2-3 മിനിറ്റ് പോലും ഉണ്ടായില്ല. അതിനിടയ്ക്ക് മീഡിയക്കാരും കുന്തവും കുറച്ചക്കറും ഒരു 50 പോലീസും. എന്നിട്ട് ഈ പെണ്ണുങ്ങൾ നടന്ന് സ്റ്റെപ്പ് കയറി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് വന്ദേ ഭാരതിന് അവർക്ക് C4 ആയിരുന്നു. അവിടെ വന്ന്, അതായത് ഞാൻ C9 ആയിരുന്നു, അവർ C4 ആയിരുന്നു. അവിടെ വന്ന് ഇരിക്കുന്നൊക്കെ കണ്ടതാ, ഒരു കുഴപ്പമില്ലാണ്. എന്തൊരു അഭിനയ ദൈവമേ. അതാണ് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓരോ കാണികളും പറയുന്നത് ഇത് തന്നെയാണ്. മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പണ്ട് ഇതുപോലെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുള്ള അതേ എക്സ്പീരിയൻസ് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു പെർഫോമൻസിനും കാരണമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു അവാർഡ് സെറമണിയിൽ എന്തുകൊണ്ട് മികച്ച ഒരു അഭിനേത്രി എന്ന നിലയിൽ നമ്മുടെ ഈ ഒരു ജൂറി തീരുമാനിച്ചില്ലെങ്കിൽ കൂടി കാണുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഇതിൻ്റെ കാണികൾ തീരുമാനിച്ചിട്ടുണ്ട് മികച്ച ഒരു അഭിനേത്രി തന്നെയാണെന്നുള്ളത്. നമുക്ക് നോക്കാം ഇതിന് ശേഷം ആ അഭിനേത്രി എന്തൊക്കെയാണ് വന്ന് മീഡിയാസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മീഡിയാസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഫോണിൽ കൂടെ സംസാരിക്കുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ച് പേര് നടന്നു വന്നിട്ട് അവിടെ ഉന്തും തൊള്ളും ഉണ്ടായി. എനിക്കിപ്പോൾ പക്ഷേ ഞാൻ നടന്നു വന്നപ്പോൾ എനിക്ക് കഴുത്തനക്കാൻ അത് 2 വിഭാഗക്കാർ വന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്.
അല്ല യാത്ര അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി ശരി. ഞാൻ കേൾക്കാൻ വിളിച്ചോടെ. എന്താ ഒരു ഡയലോഗ് ഡെലിവറി, എന്താ ഒരു സൗണ്ട് മോഡുലേഷൻ ആൻഡ് ഓൾസോ ദ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഫോണിൽ കൂടി ഇങ്ങനെ പെടല് വയ്യാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇസ് ഇറ്റ് പോസിബിൾ? ബട്ട് അവിടെയാണ് നിങ്ങൾ ആ ഒരു അഭിനയത്തിന്റെ മികവ് നിങ്ങൾ അവിടെ കാണുന്നത്. എന്തുകൊണ്ടും കാണികൾക്കും അതിലുപരി നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ജൂറിക്കും തീർത്തും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് ഈ ഒരു ആക്ടിങ്. സോ അതുകൊണ്ട് തന്നെ 2026 ദ ഓസ്കാർ ഫോർ ദ ബെസ്റ്റ് ആക്ടേഴ്സ് ഗോസ് ടു മന്ത്രി വീണ ജോർജ്. അപ്പൊ എല്ലാവരും ഒന്ന് കൈയടിക്ക് പ്രോത്സാഹിപ്പിക്കുക കേട്ടോ, വളർന്നു വരട്ടെ. പിന്നെ നമുക്കിവിടെ മികച്ച നടി മാത്രമല്ല, മികച്ചൊരു സഹനടൻ കൂടെ ഉണ്ട്. നമുക്ക് ആ സഹനടന്റെ അഭിനയം കൂടി നമുക്കൊന്ന് കാണാം. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ച് തിരിക്കുന്ന നിലയിലേക്ക് വന്നു എന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. അതിക്രൂരമായ രീതിയിലുള്ള കടന്നാക്രമമാണ് അവിടെ. എനിക്കിനി ഇത് കൂടുതൽ കണ്ടു നിൽക്കാൻ പറ്റണില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആക്ടിങ്ങിൽ എൻ്റെ ചങ്ക് തകർന്നു പോവാണ്. എനിക്ക് പറ്റണില്ല. ഇനി വേറൊരു വ്യക്തിയെ കൂടെ കാണിക്കുക. ഇവിടെ 2 സഹനടന്മാർക്കാണ് നമ്മളിവിടെ ഈ പ്രാവശ്യം ഓസ്കാർ കൊടുക്കുന്നത് ഫോർ ദ ബെസ്റ്റ് ആക്ടർ അല്ലേ. അപ്പം രണ്ടാമത്തെ ആളെ കൂടെ നമുക്കൊന്ന് കാണാം. ഇവിടെ കഴുത്തിന് ഗുരുതരമായ നിലയിൽ അവർ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തിരിയാൻ തന്നെ കഴിയാത്ത വിധത്തിൽ ഗുരുതരമായ പരിക്കാണ് പറ്റിയിട്ടുള്ളത്. കൂടുതൽ ആണ് കുത്തി പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു സഹനടൻ പറയുന്നത്. ഇവർക്ക് 2 പേർക്കും അല്ലാതെ മറ്റാർക്കാണ് ഈ ഒരു അവാർഡ് നമ്മൾ കൊടുക്കുക? ആൻഡ് അതേപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ അവരെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വിഷ്വൽസ് നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ അവർക്ക് 1 ലക്ഷം രൂപ കൊടുക്കുന്നോ അങ്ങനെ എന്തോ ഒരു സംഭവം അയാൾ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നേ ഈ ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. ആൻഡ് ഇത്രയും കൊണ്ട് ഈ കഥയുടെ ആദ്യ പകുതി അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഇതിനൊരു 2ാം പകുതി കൂടിയുണ്ട്, നമുക്ക് കാണാം. ഇതിനുശേഷം ഹോസ്പിറ്റലുള്ള കുറച്ച് രംഗങ്ങളുണ്ട്. കഴുത്തിന് വേദന ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഈ മറ്റേ റൗണ്ട് ഒരു സാധനം ഉണ്ടല്ലോ, ഇത് വായിക്കാത്താണോ വെച്ചേക്കുന്നത്? താടിയലിനാണോ പരിക്കുന്നത്? അതുകൊണ്ട് താടിയലിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത്. കഴുത്തിന് പരുക്കൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്പാനെ. നിങ്ങളുടെ ഈ പറയുന്ന ആർട്ടിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന വലിയൊരു മിസ്റ്റേക്ക്. ആർട്ട് നന്നായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് കറക്റ്റായിട്ട് കഴുത്തിലോട്ട് വെച്ച് കൊടുക്കുന്നില്ല? അതൊക്കെ ഭയങ്കര റോങ് ആണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇവർക്ക് മാത്രമേ അവാർഡ് കൊടുക്കാൻ പറ്റുള്ളൂ, ഇവരുടെ ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. കാര്യം അവിടെ ഒരു നഴ്സ് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇതാരാണ് ഇവരൊക്കെ ഒരു അഭിനയത്തിന്റെ ഈ ഒരു മേഖലയിലോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ കാസ്റ്റിംഗ് ഡയറക്ടർ ആരാണ് ഇതിന്റെ? ഈ ഒരു അബ്സല്യൂട്ട് സിനിമയുടെ ഇത്രയും മികച്ച രീതിയിലൊരു സിനിമ എടുത്തു വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനത്തെ ചില മിസ്റ്റേക്സ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ എന്താണത്? ചിരിക്കാതെ അഭിനയിക്കാൻ ആ ഒരു സീനിൽ നിൽക്കാൻ പറ്റില്ല. ഒരു സങ്കടകരമായുള്ള ഒരു വിഷ്വൽസ് അതില്ലേ അത്. അങ്ങനെയുള്ളപ്പോൾ അവിടെ എന്തിനാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവർക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്? ഇനി ഇത് കഴിഞ്ഞിട്ട് വേറെ 2 കോമഡിയും കൂടെ ഉണ്ട്. വെന്റിലേറ്റർ സ്വിച്ച് ഓൺ ആക്കാതെ ആദ്യമായി ICU കിടക്കുന്ന ആരോഗ്യമന്ത്രി സ്വിച്ച് പോലും ഓൺ ആക്കിയിട്ടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ആരോഗ്യമന്ത്രി ഇന്ന് ഡിസ്ചാർജ് ചെയ്യില്ല, കഴുത്തിന് നീർവീക്കം, ഞരമ്പിന് ക്ഷതം, MRI സ്കാനിൽ പ്രശ്നമില്ല, മെഡിക്കൽ ബോർഡിന് റിപ്പോർട്ട്. MRI സ്കാനിൽ കുഴപ്പമില്ല, പിന്നെ RS സ്കാനിലാണോ കുഴപ്പം? ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുക, കൊച്ചി രാജാവ് സിനിമയ്ക്കകത്തിൽ നിന്ന് കുറച്ച് ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഇവർ ഈ ഒരു രംഗം ചിത്രീകരിച്ചിട്ടുള്ള ഈ ഒരു സീൻ. അത് ഇൻസ്പിറേഷൻ എടുത്തു അല്ലെങ്കിൽ കോപ്പി ചെയ്തു, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യും. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. എന്റെ മേക്കാവിലമ്മേ, അയ്യോയ്യോ, ഞാൻ എന്താ ഈ കാണുന്ന? നിന്റെ ശരീരത്തിൽ രക്തം കയറ്റിയോടാ? എന്താ കയറ്റിയത് ക്ഷത്രിയ രക്തം അല്ലെങ്കിൽ ഊറ്റിക്കളഞ്ഞ് ക്ഷത്രിയ രക്തം തന്നെ കയറ്റണം. രക്തം കയറ്റാനായിട്ട് എനിക്കൊന്നും പറ്റിയില്ല മുത്തശ്ശ. പിന്നെ ഞാൻ ഈ കാണുന്നതൊക്കെ എന്താ? ഇതൊക്കെ വേറൊരു നമ്പറല്ലേ? നമ്പറോ? ആ, പ്ലാസ്റ്റർ ഓഫ് പാരീസ്. നമ്മുടെ ഡോക്ടർ വർമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് കിട്ടിയൊരു അഡ്ജസ്റ്റ്മെന്റാ. ഇൻസ്പിറേഷൻ ഇങ്ങോട്ട് എടുത്തു എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് കഴിഞ്ഞുള്ള മറ്റൊരു വിശ്വാസമുണ്ട്, ഞാൻ ഇവിടെ സൈലോട്ട് കൊടുക്കാതെ. ഇതിന് ശേഷം ഇതെന്തോന്ന് പറയാ, അത്യാസന്ന നിലയിലായേക്കാണോ ഇത്? അതെന്ത് കാറ്റൂതി ആരെങ്കിലും അടുത്ത് നിന്ന് ഫൂ എന്ന് പറഞ്ഞ് ഊതിയപ്പോൾ അയ്യോ അമ്മ 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 എന്ന് പറഞ്ഞ് വീണതാണോ? എന്താണിത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞു ഇത് ഓവർ ആക്ടിങ്ങിന് ഞങ്ങൾ അവാർഡ് തരൂല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ സ്പെഷ്യൽ ജൂറി ഞങ്ങൾ തീരുമാനിച്ചേക്കുന്ന ഒരു കാര്യമാണ്. ഓവർ ആക്ടിങ്ങിന് ഇവിടെ അവാർഡില്ല. ഓക്കെ,
ഇനി തമാശകളൊക്കെ അവിടെ നിൽക്കട്ടെ സുഹൃത്തുക്കളെ. ഇത്രയൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് എന്തോന്നടേ ഇത്? മറ്റേ ഖത്തറിയുടെ കേസ് ഇതാക്കാൻ അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ്റെ ഇതൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്ത കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ നിന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് കാണിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? വൻ കോമഡി ആയിട്ടുണ്ട് എന്താണെങ്കിലും. പിന്നെ ഇതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നമുക്ക് മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് ഇതുപോലെ ഒരു കല്ലേറ് കിട്ടിയിരുന്ന അന്നത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വിഷ്വൽസോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. മുന്നിൽ വെച്ചാണ് സംഭവം നടന്നത്. സമീപത്ത് കാത്തുനിന്ന പ്രതിഷേധക്കാർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനു നേരെ കരിങ്കൊടിയും കമ്പുകളും വലിച്ചെറിഞ്ഞു. കല്ലേറുമുണ്ടായി. കല്ലേറിൽ കാറിന്റെ ചില്ലു തകർന്നു. പൊട്ടിയ ചില്ലുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് പരിക്കേറ്റത്. നെറ്റിയിൽ മുറിവ് പറ്റിയ മുഖ്യമന്ത്രി പക്ഷേ പ്രാഥമിക ചികിത്സ പോലും തേടാതെയാണ് പോലീസ് കായികമേളയുടെ സമാപന ചടങ്ങിൽ പങ്കെടുത്തത്. 1 മണിക്കൂർ നീണ്ട ചടങ്ങിനു ശേഷം ഡോക്ടർമാർ എത്തി പ്രാഥമിക ചികിത്സ നൽകി. തൊലിക്കട്ടിയെ പറ്റി ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ട് എന്ന് ഞങ്ങളാരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ ഠിം ജല്ലി തെറിച്ച് അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെയുള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല. കുറച്ചൊരു ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? എത്രയൊക്കെ പറഞ്ഞാലും അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു. ഓക്കെ, ഇവിടെ ഞാനിത് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെന്നെ പിടിച്ച് കോൺഗ്രസ്സുകാരനാക്കരുത്, കുറച്ചുകൂടെ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ എന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ളപ്പോൾ അവിടെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് ഇതുപോലെ ഒരു കരിങ്കൊടി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അപ്പോൾ അതിനെ സമീപിച്ചൊരു രീതിയുണ്ട്. മുമ്പ് ഈ ഒരു 1.5 കോടിയുടെ ഒരു ബസ് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്തേക്ക് കരിങ്കൊടി കാണിച്ച് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് എന്നാ ഷോയിമേലൊക്കെ ആയിരുന്നു ഇവർ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലൊരു യഥാർത്ഥ ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ പേരേ ഉള്ളൂ, VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം പിന്നോട്ടേക്ക് നമ്മൾ ഓരോന്ന് പരിശോധിക്കുമ്പോഴത്തേക്കിന് അദ്ദേഹം കടന്നു വന്നേക്കുന്ന നാൾ വഴികൾ, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു നാടിന് വേണ്ടി ചെയ്തേക്കുന്ന അല്ലെങ്കിൽ പോരാടിയ ഒരു തീർത്തും ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരുന്ന ഈ ഒരു നാട്ടിൽ ഇതുപോലുള്ള കുറച്ച് കോമഡി കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്കിന് വെറും പട്ടിപ്പൂച്ച മാത്രമായിട്ട് ഇതിനെയൊക്കെ തോന്നുന്നുള്ളൂ. ഓക്കെ, പിന്നെ ഈ ഒരു ഖത്തറിയുടെ കേസിലൊക്കെ ചില ആളുകൾ പറയുന്നൊരു കാര്യമാണ് അതിനൊക്കെ വീണ ജോർജ് എന്ത് പിഴച്ചു എന്നുള്ള രീതിയിൽ. ശരിയാണ്, വീണ ജോർജ് എന്ത് പിഴച്ചു? അങ്ങനെയെങ്കിൽ വേറെ വല്ല പണിക്കും പോകണം. പിന്നെ എന്തിനാണ് ഈ ഒരു മന്ത്രി കസേരയിൽ കയറിയിരിക്കുന്നത്? ആരോഗ്യമന്ത്രിയുടെ ആ ഒരു കസേരയിൽ കയറിയിരിക്കേണ്ട ആവശ്യകത എന്താണ്? ഇവിടെ മാത്രമല്ല, ഇവർ ഈ ഒരു അധികാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഇതുപോലെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ അങ്ങനെ പല ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന പല ഇഷ്യൂസ് ഉണ്ട്. ഒരാൾക്ക് നമ്മുടെ അറിയുന്നൊരു വ്യക്തിയുടെ ഇതുപോലെ ഒരു ബന്ധുവിന് കാലിന് എന്തോ ഒരു മുറിവ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അവിടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കിടന്ന് പിന്നീട് മഞ്ഞപ്പിത്തമായി ലാസ്റ്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കണ്ടേക്കുന്ന മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നിയേക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. കാര്യം എന്ന് വെച്ചാൽ അത് ആ ഒരു വ്യക്തിയെടുത്ത് റെസ്പെക്റ്റ് ഇല്ലാതെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് മനസ്സിന് അത്ര വലിയ കട്ടിയൊന്നും ഇല്ലടെ ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും. അത് ഉൾക്കൊള്ളാൻ ഇങ്ങനെയൊക്കെ ആ ഒരു വ്യക്തിക്ക് സംഭവിച്ചത് നമുക്ക് മനസ്സുകൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ ഉത്തരവാദിത്തം പറയേണ്ടുന്ന വ്യക്തികൾ ആരാണ്? ഇവരൊക്കെയല്ലേ. ഞാൻ ആ ന്യൂസ് ഇങ്ങോട്ട് വെക്കാം. അടിച്ചു പൊളിച്ച മര്യാദയ്ക്ക് ഡെയിലി പണിക്ക് പോകണമെന്ന് ചക്കനായിരുന്നു. വീട്ടിലിരുന്നിട്ട് പിടിച്ചു തുടങ്ങി. ഇങ്ങനെ ഇരുട്ടിൽ ജീവിക്കേണ്ടിയിരുന്ന ആളായിരുന്നില്ല സനൂപ്. അച്ഛനും അമ്മയും 1-ാം ക്ലാസ്സുകാരനായ മകനും അടങ്ങുന്ന കൊച്ചു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു. ടൈൽസ് പണിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത്. മുട്ടുവേദന കുത്തിയിരുന്ന് ജോലിയെടുക്കുന്നതിന് തടസ്സമായി മാറിയതോടെ ചികിത്സിക്കാമെന്ന് തീരുമാനിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് സ്വന്തമായി ബൈക്ക് ഓടിച്ചാണ് സനൂപ് പോയത്. ആ യാത്ര എന്നേക്കുമായുള്ള കൂരിരുട്ടിലേക്കാകുമെന്ന് സനൂപ് കരുതിയില്ല. ആശുപത്രിയുടെ തറയിൽ കിടത്തി ആദ്യം മുട്ടുവേദനയ്ക്കുള്ള ചികിത്സ തുടങ്ങി. കയ്യിൽ കാനുലയിട്ടെടുത്ത് വേദനയും തടിപ്പും അനുഭവപ്പെട്ടതോടെ നഴ്സുമാരോട് പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴേക്കും കൈയാകെ അണുബാധ പടർന്നിരുന്നു. ഓർമ്മ മങ്ങി വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങിയപ്പോൾ ICUവിലേക്ക് മാറ്റി. സനൂപിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ആശുപത്രി അധികൃതർ കുടുംബത്തോടൊന്നും പറഞ്ഞില്ല. പിന്നീട് കണ്ണിന് ശസ്ത്രക്രിയ വേണമെന്ന് അറിയിച്ചു. ശസ്ത്രക്രിയയ്ക്കായുള്ള സമ്മതപത്രത്തിൽ അബോധാവസ്ഥയിലായിരുന്ന മകന്റെ കൈ കൂട്ടിപ്പിടിച്ച് സനൂപിന്റെ അമ്മ വത്സല ഒപ്പിടിപ്പിച്ചു. ഇരു കൃഷ്ണമണികളും നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയാണെന്ന് എഴുത്തും വായനയും അറിയാത്ത വത്സലയ്ക്ക് മനസ്സിലായില്ല. ആരും പറഞ്ഞും നൽകിയില്ല. അമ്മ പോയി ചോദിക്കുമ്പോൾ അവർ പ്രഷർ അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ഇൻഫെക്ഷൻ ആയിരുന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഷുഗർ കൂടിയെന്ന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ എന്തൊക്കെയോ സ്ഥിരമായിട്ടൊരു കാരണം പറയണില്ല അവർ. ഈ വണ്ണിൻ്റെ ഇങ്ങനെ തുരക്കണാണോ എന്നൊന്നും എനിക്ക് അറിയണ്ടായില്ലേ.
ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് നല്ല വേദന എടുത്തു. അപ്പോൾ ഞാൻ കാലും കൈ നോക്കിയിട്ട് അടിച്ച് ആകിയതായി. ഞാൻ കൂടുതലായിട്ട് ഇങ്ങോട്ട് ഞാൻ വെക്കണില്ല. ആ മനുഷ്യൻ ഇന്ന് അന്ധകാരത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു മനുഷ്യൻ്റെ ജീവിതം ഈ ഒരു അവസ്ഥയിലാക്കിയേക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇതിനൊക്കെ ആ ഡോക്ടർ അവരും പിന്നെ അവിടുത്തെ ആ ഒരു നേഴ്സുമാർ പിന്നെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവരൊക്കെ തന്നെയല്ലേ ഇതിന് ഉത്തരവാദിത്തം പറയണത്. ഇവരല്ലെങ്കിൽ പിന്നെ ആരാണ് പറയേണ്ടുന്നത്? റോഡിൽ കൂടെ തേരാപ്പാര നടക്കുന്ന ഏതെങ്കിലും ചാവാലി പട്ടികളാണോ വന്നിട്ട് ഇതിനൊക്കെ ഉത്തരവാദിത്തം പറയേണ്ടുന്നത്? എന്നിട്ട് ഇതിനൊക്കെ വേറെ ആരാണ് മറുപടി പറയേണ്ടത്? പ്ലീസ് ദയവ് ഇതൊന്ന് പറഞ്ഞു തരും. ഇവരല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് ഇതിന് മറുപടി പറയേണ്ടത്? 0% ഇറർ ഉണ്ടാവേണ്ടുന്ന ഒരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യന്മാരാണ്. ചെറിയ എന്തെങ്കിലും തെറ്റുകൾ ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാണ്ടാവുന്ന രീതിയിൽ അതല്ലാത്ത തെറ്റുകളാണെങ്കിൽ പിന്നെ നമുക്ക് പോർക്കാം. പക്ഷെ ഇങ്ങനെ ഉണ്ടാവുന്നതിനൊക്കെ എന്താണ്? ഇതിനൊക്കെ എതിരെ ആശുപത്രികളിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, അവർക്കെതിരെയുള്ള അതിക്രമം ഒരിക്കലും പാടില്ല. ശരിയാണ്, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് ഒരിക്കലും പാടില്ല. നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ടുന്ന ആൾക്കാരാണ്. പക്ഷെ അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇവർ ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ കാലുവേദനയായിട്ട് വന്നേക്കുന്ന ഒരാളുടെ കണ്ണില്ലുണ്ടാക്കി കളയാന്ന് പറയുമ്പോൾ അത് എന്താണത്? ഒന്ന് ആലോചിച്ചോക്ക്. ഇതിനൊക്കെ ഉത്തരം പറയാതെ വന്നിട്ട് അയ്യോ അമ്മേ ഞാൻ തലകരഞ്ഞി വീണ് എൻ്റെ പെടലി ഒടിഞ്ഞ് എന്നൊക്കെ അഭിപ്രായങ്ങൾ കാണിക്കുമ്പോൾ എന്തോന്നല്ലേ പറയേണ്ടത്? എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീട്ടാണ്. ശരി.